എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹ് ആരാണെന്ന് നിനക്കറിയോ? നീ വിശ്വസിച്ചിരിക്കുന്ന റബ്ബാരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി തങ്ങള് തയ്യാറെടുക്കുമ്പോ ശപിക്കപ്പെട്ട ഇബ്ലീസ് പോയി പറയുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, ഇത് അവസാനത്തെ ചാൻസാണ്. മുഹമ്മദ് രക്ഷപ്പെട്ട ഇനി നിനക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം. ഇബ്ലീസ് നടന്നു പറയുകയാണ്. ശത്രുക്കൾ മുഴുവനും ഇളകുകയാണ്. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കൾ ഉരി പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളയുകയാണ്. ആരുടെ കയ്യിൽ കിട്ടുന്നോ കൊന്നുകളയണം. ആരുടെ മുന്നിലാണോ മുഹമ്മദ് വന്ന് പെടുന്നത് ഒന്നും നോക്കണ്ട, കൊന്നുകളയണം. വീട് വളയുകയാണ്, വീട് വളയുകയാണ്. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് റസൂലുള്ളാഹി തങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, ശത്രുക്കള് വീട് വളർന്നിരിക്കുകയാ. ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ? അലിയാര് തങ്ങൾ പറഞ്ഞ്, എനിക്കെന്ത് പേടി നബിയേ, അങ്ങ് പറഞ്ഞാ ഞാൻ കടക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളെ പിടിച്ചു കിടത്തി യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയോ. അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ, അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ. ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിന് മുമ്പ്, അങ്ങ് വാതിൽ തുറക്കുന്നതിന് മുമ്പ് താഴെ കിടക്കുന്ന ഒരു പിടി മണ്ണ് വാരണം നബിയേ. കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് ഓതണം, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്ത് ഓതിയിട്ട് ആ വാരിയ മണ്ണിനകത്ത് ഊതണം നബിയേ. നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുക്ക, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയിട്ട് ഈ മണ്ണിൽ ഊതണം. എന്നിട്ട് വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും വാരി എറിഞ്ഞിട്ട് പൊക്കോണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി മണ്ണുവാരി ഈ ആയത്ത് ഓതിയിട്ട് വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും എറിഞ്ഞിട്ട് ചങ്കൂറ്റത്തോടെ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഇറങ്ങിപ്പോയി മഹാനായ നബിയിന റസൂലുള്ളാഹി. ആറ്റം പോകുമ്പോൾ AK-47 അല്ല ജിബ്രീൽ കൊണ്ടു കൊടുത്തത്. എടോ ചങ്ങാതി, എടാ ഇവന്മാരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ. എടാ, ഒരു 5 നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണ ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മതിയടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ ഇറങ്ങിപ്പോയി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ. ഇതൊന്നും കഥയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി. അബൂബക്കർ തങ്ങൾ കാത്തു നിന്നു. യാത്ര തുടങ്ങി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയ്ക്ക് തൊളിച്ചിരിക്കുക. മുത്തുനബി അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്നിട്ടു സുഖമായിട്ട് ഉറങ്ങാ. പടച്ചോനെ, അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വിറയ്ക്കാൻ തുടങ്ങി. മുത്തുനബി ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? നബിയെ, മുകളിലേക്ക് നോക്ക്. ശത്രുതോ ഗുഹയുടെ മുകളിൽ വന്നു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം തോ ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഓനെങ്ങാണം കാലിലേക്ക് നോക്കിയാൽ, ഓനെങ്ങാണം ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ 2 പേരെയും പിടിക്കും, നമ്മളെ കൊല്ലും നബിയെ. നബിതങ്ങളിരുന്ന് ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരുന്ന് ചിരിക്കുക. എന്താ നബിയെ ചിരിക്കണേ? അബൂബക്കറെ, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുസ്ലിമിനും മുത്തുനബി പഠിപ്പിച്ചു തന്ന ഉപദേശമാ അല്ലാഹ് ആരാണെന്ന് പഠിക്കാൻ. അബൂബക്കറെ, നമ്മൾ 2 പേരും മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് 3-മതൊരാളുണ്ട്.
ഞാനും നീയും മാത്രമല്ല അബൂബക്കറെ, മൂന്നാമതൊരാളുണ്ട്. ആരെന്നറിയോ? എന്നെയും നിന്നെയും പടച്ച അല്ലാഹ്. നമ്മളെ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ല ഉണ്ട് മൂന്നാമൻ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആ അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? മുത്തുനബി ചോദിക്കട, അല്ല നമ്മുടെ കൂടെ ഇല്ലേ? ഞാനും നിങ്ങളോട് ചോദിക്കണേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ? അല്ല നമ്മുടെ കൂടെ ഉണ്ട് സഹോദര. മുത്തുനബി പഠിപ്പിക്കുകയാ, അബൂബക്കറെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ. അവന്റെ കാലിലേക്ക് അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം. അല്ല ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ ഇപ്പോഴേ വരണ്ട് നടക്കുക. ഉസ്താദെ നാട് വിടണം, വീട് പോകും, കട പോകും, പള്ളി പോകും. പോട്ടടോ ചങ്ങാതി, പോകേണ്ടതൊക്കെ പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ച ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് എടാ ഓസിന്. അതുകൊണ്ടാണ് ഇമാം മഹാനവറുകളുടെ ചരിത്രം, റിഫായി ഷെയ്ഖിന്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്, റിഫായി ഷെയ്ഖ് ഒരിക്കൽ യാത്ര ചെയ്തിട്ട് ഒന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി. ബാത്റൂമിന്റെ മുന്നിൽ ഒരാൾ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറയാ പൈസ തരാൻ, അകത്ത് കയറണമെങ്കിൽ പൈസ തരാൻ. മഹാനവറുകൾ കരയാൻ തുടങ്ങി. ആ സാധു വിചാരിച്ചു പൈസ ഇല്ലാത്തോണ്ടാ, കയറിക്കോ, വേണ്ട, പോയി. അപ്പൊ മഹാനവറുകളോട് കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? എടാ, ഈ ശൈത്താന്റെ വീടിനകത്ത് കയറണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണമെങ്കിൽ, അള്ളാടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എടാ, ഈ ദുനിയാവിലെ ശൈത്താന്റെ മൂത്രപ്പര, ഈ മൂത്രപ്പരയ്ക്കകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? കൊടുക്കണോ? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെ ബാത്റൂമിനകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണോപ്പാ? കൊടുക്കണ്ടേ? ഈ മൂത്രപ്പര ശൈത്താന്റെ വീടാ അത്. ഓന്റെ വീട്ടിൽ കയറണമെങ്കിൽ തന്നെ ഇവിടെ കാവൽക്കാരനും പൈസയും. എങ്കിൽ അള്ളാടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓസിന് പോകാൻ പറ്റുമോ? ഇങ്ങനെ കട്ടൻപിടി അടിച്ച് നടന്നാൽ പോകാൻ പറ്റുമോ? പറ്റൂല. അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ ചാമ്പിക്കൊണ്ട് നടക്കാൻ നീയൊക്കെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ആണും പെണ്ണും ചാമ്പ സമരക്കിരിക്കണം. അങ്ങോട്ട് ഇങ്ങനെ കുറെ എണ്ണം നിരന്നിരിക്കും. ഒരുത്തം വന്നിരുന്നിട്ട് പറയും ചാമ്പിക്കോ, ചാമ്പ്, നാളെ കാണാടാ നിന്നെയൊക്കെ. നിന്നെ നാളെ പരലോകത്ത് വെച്ച് കാണാം നമുക്ക് എല്ലാവർക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ആലം. ആണും പെണ്ണും താടിയുള്ളവരും കമ്മിറ്റി, ഏതോ ഒരു കമ്മിറ്റിക്കാർ വരെ ഇവിടുത്തെ അല്ലാഹു ആലം ഇരിക്കുന്ന പള്ളിയുടെ പ്രസിഡന്റ്, ഇവിടുത്തെ അടുത്തത് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. കമ്മിറ്റിക്കാരിപ്പോ ചാമ്പല എന്നാലിക്കും, മദ്രസയിലും ചാമ്പൽ. അല്ലാഹു ആലം. വിവരമില്ലാത്തവന്മാർ അപ്പൊ ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ വിവരമില്ലാത്തവന്മാരെ ഒരുപാട് സ്ഥാനത്തിൽ കയറിയിരിക്കണോ പറഞ്ഞ ഹദീസ് എത്ര സത്യവാ. ഇത്രയും ഒരു ബോധമില്ലാത്തവന്മാര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളെ പറഞ്ഞല്ല കേട്ടോ, നിങ്ങളെന്തിനും പറഞ്ഞാന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ പ്രസിഡന്റ് ആരായിരുന്നു ഇപ്പോൾ? അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ പാവപ്പെട്ടനെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇവരുടെ മഹല്ലിൽ എന്നെ വഴുതിന് വിളിച്ച്, അവിടെ വഴുതിന് പോകുമ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, ഉസ്താദ് പള്ളിയിലൊക്കെ ഇലക്ഷൻ്റെ സമയമാണെന്ന് പറഞ്ഞു. പള്ളിയിൽ ഇലക്ഷൻ്റെ സമയം നടക്കാമെന്ന് പറഞ്ഞു. ഇയാൾ പ്രസിഡന്റ് ആണെന്ന് പോലും ഇയാൾ എന്നെ വിളിച്ച്, എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചേ. ഞാൻ വഴുതിന് പോയിട്ട് ഇന്നത്തെ ഇലക്ഷനെ കുറിച്ച്, ഇന്ന് പള്ളിയുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കണ പോലെ, നിയമസഭയെ മത്സരിക്കുന്നതിനേക്കാളും ആൾക്കാരാ പള്ളി കമ്മിറ്റിയിൽ മത്സരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പാനൽ കണ്ടിട്ടുണ്ടാ? ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനേക്കാളും ആളാ പള്ളി പരിപാലിക്കാൻ. ഫ്ലെക്സ് വെക്കും. എവിടെ ഒരിടത്ത് ഞാൻ കണ്ടു, ഫ്ലെക്സ് വെച്ചിട്ട് പടച്ചവനെ ചിഹ്നം വരെ വെച്ചിരിക്ക. ആകെ 10-30 എണ്ണത്തിന് 60 എണ്ണം 70 എണ്ണം മത്സരിക്കണം പള്ളിയിലേക്ക്. എലക്ഷനാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെ എലക്ഷൻ? ആരുടെ പൈസ എടുത്തു വെച്ചിട്ടാ എലക്ഷൻ നടത്തണമെന്നും കൂടെ ചിന്തിക്കണം കേട്ടാ. ഓർത്തു വെച്ചോ, കളി വേറെയാ. ഈ എലക്ഷന് നിൽക്കണ ചങ്ങാതിമാരോട് പറയാ, ഈ എലക്ഷന് ചെലവാകുന്ന പൈസ മൊത്തം ഇവന്മാര് പള്ളി കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ വരുന്നവൻ 50,000 രൂപ തരണമെന്ന് പറഞ്ഞ ആരുണ്ടാകും മത്സരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നല്ലോ. ഇവനൊരു 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ ഈ മത്സരിക്കുന്നവർക്ക് എന്ത് പൈസ കൊടുക്കണ്ടേ? അപ്പൊ എന്താ പറയാ? ഒരു 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ ആര് വരൂടോ? നമ്മൾ പറയും ഇലക്ഷന്റെ മുമ്പ് പൈസ കൊടുക്കുമെന്നില്ലേ, വീടുകൾ കയറി ഇറങ്ങി പൈസ കൊടുക്കുമെന്ന്. നമുക്ക് അടുക്കള വാതിലൂടെ കയറുക, എനിക്ക് തരണ വോട്ട്, എനിക്ക് തരണ വോട്ടെന്ന് 500 എന്നാ വെച്ചോ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ കള്ളു മേടിച്ചു കൊടുക്കുക പള്ളി കമ്മിറ്റിക്കാരനാവാൻ, പ്രസിഡന്റ് ആവാൻ, സെക്രട്ടറി ആവാൻ.
എന്നിട്ട് കൈയിട്ട് വരാമല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി കമ്മിറ്റിക്കാരോട് ഞാൻ പറയണത് നിങ്ങളെ പേടിപ്പിക്കൊന്നുമല്ല. നിങ്ങൾക്കറിയൂ, ഒരു ഹദീസ് ഞാൻ പറയാം, ഒറ്റ ഒരു സംഭവം പറയാം. ജമാഅത്ത് കമ്മിറ്റിക്കാർ കേൾക്കാൻ വേണ്ടി പറയാം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയാ. ഒരിക്കൽ ഇങ്ങനെ ഓഫീസിനകത്തിരിക്കുക. തൻ്റെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോൾ ഒരു കുടുംബക്കാരൻ കയറി വന്നു. വൈകുന്നേര സമയം തൻ്റെ കുടുംബത്തിലെ ഒരാൾ കയറി വന്നിട്ട് ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിരുന്നിട്ട് കുടുംബകാര്യം പറയാൻ തുടങ്ങി. അവിടുത്തെ കുടുംബകാര്യം അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കാണച്ചു. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, നീ എന്താ എന്നെ ഉമറ, നീ എന്നെ കളിയാക്കുന്നോ? ഞാൻ നിന്റെ അടുക്ക വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ നീ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചല്ലോ, നീ തന്നെ പരിഹസിക്കുന്നു ഉമറെ. ഈ മനുഷ്യനങ്ങോട്ട് ചൂടാകാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല. ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാ. ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാ ഈ ഇരിക്കണത്. നമ്മൾ കുടുംബകാര്യം പറയണ സമയത്ത് ഇത് കത്തിച്ചു വെച്ചാ നാളെ അള്ളാഹ് എന്നെ പിടിച്ച് നരകത്തിലിടും, പേടിച്ചിട്ടാണെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. പച്ച മലയാളത്തിൽ പറഞ്ഞ പള്ളിയുടെ പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ കണക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുടുംബത്തിലെ ഒരുത്തൻ കല്യാണം വിളിക്കാൻ വന്നു. അവിടെ വന്നിരുന്ന കല്യാണവും വിളിച്ച് 5 മിനിറ്റ് കുടുംബകാര്യം പറഞ്ഞു. ആ സമയത്ത് ഇട്ടിരിക്കണ ഫാൻ ഓഫാക്കണമെന്നാ ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം ആ ഫാൻ വരെ ഓഫാക്കണമെന്നാ. ഓഫാക്കുവോ? എടാ, നമ്മൾ ആരെന്നറിയോ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. ബാത്റൂമിന്റെ മുന്നിൽ കിടക്കണ ചെരുപ്പ് വരെ. എന്തിന്? വെള്ളിയാഴ്ച പള്ളി വരും. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജ് ചെയ്ത പ്രതിഫലവാ. ഇറങ്ങി പോകുമ്പോൾ തൻ്റെ കാലിന് പരികമുള്ളത് ഇട്ടുകൊണ്ട് പോണ മഹാന്മാരാ നമ്മൾ, ബർക്കത്തിന് കിട്ടാൻ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാപ്പമാരിങ്ങനെ തിരഞ്ഞെടുക്കുക, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല, അല്ലാ എൻ്റെ ഇരിപ്പ് കാണുന്നില്ല. നരിച്ചിക്ക കാലം പോയ പോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പള്ളി, അള്ളാഹു പാവങ്ങൾ, ഇവർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. വലിയ കഷ്ടപ്പാടുള്ളതാടോ. പണ്ടത്തെ ആൾക്കാർ പള്ളിയിൽ വന്ന ചെരുപ്പിടൂല. ചിലർ കൈ പിടിച്ചോണ്ടാ വരണേ. ചിലർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കയ്യിൽ പിടിച്ചിരുന്ന ചെരുപ്പ് ഗേറ്റിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തട്ടും. എന്തിനെന്നറിയോ? കാലിനടിയിൽ പറ്റിയിരിക്കണം, മണ്ണ് പള്ളിക്കകത്ത് തന്നെ വീഴട്ടെ, വെളിയിൽ കൊണ്ടിട്ട് അള്ള വല്ലതും പേടിക്കുന്നു. അള്ളാടെ മുന്നിൽ കണക്ക് പറയണമെന്നോട് പേടിച്ചിട്ട് ആ മണ്ണ് പോലും സൂക്ഷിക്കുന്ന കാലം. അതൊക്കെ പോയി സഹോദരങ്ങളെ. ഇന്ന് ഖിലാസ് ഇല്ലാത്തൊരവസ്ഥയെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നെ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ. എന്നെ ഇദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചോനെ, എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചോനെ, ഇലക്ഷനിൽ പാവപ്പെട്ടവനാ പ്രസിഡന്റ്, പിന്നീടാ മനസ്സിലായ പ്രസിഡന്റ് ആണെന്ന്. പാവപ്പെട്ടവൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാ. അൽഹംദുലില്ലാ. നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന, ആ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുന്ന സഹോദരൻ അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, കമ്മിറ്റിക്ക് ആരോടും ഈ ഇരിക്കുന്നവരോടും, എടോ തീക്കട്ടയുടെ മുകളിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധം കമ്മിറ്റിക്കാർക്ക് വേണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? ആരാ പള്ളി പരിപാലിക്കേണ്ടതെന്നറിയോ? ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി, തീർന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും ഒറ്റ ഒരുത്തരും മത്സരിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ഒരായത്തിൻ്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ മതി. പേടിപ്പിക്കണില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആയത്ത് പറയണോ? എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ, ഇവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരെന്നറിയോ? ഇന്നമായ ഉമ്മുറു മസാജിദ് അല്ലാഹ്. എൻ്റെ ഭവനം ആരാണ് പരിപാലിക്കേണ്ടതെന്നറിയോ? മൻ ആമന ബില്ലാഹ്. അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കണം. അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് അള്ള പറഞ്ഞത് നിസ്കരിക്കുന്നവനാകണമെന്നല്ല. വ്യക്തമായി കേൾക്ക്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് 5 നേരം നിസ്കരിക്കുന്നവനാകണമെന്നല്ല. ഇന്നമായ ഉമ്മുറു മസാജിദ് അല്ലാഹ് മൻ ആമന ബില്ലാഹ്. 1, അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കണം. 2, വൽ യൗമിൽ ആഖിർ. നാളെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവനാകണമെന്നും കൂടെ നീ വിശ്വസിക്കണം. 1, ഞാനുണ്ടെന്ന് വിശ്വസിക്കണം. 2, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണ ഒരു ദിവസം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. കാരണം
നീ പരിപാലിക്കാൻ പോകുന്നത് പഞ്ചായത്തല്ല, എൻ്റെ ഭവനമാ, എൻ്റെ വീടാണ് നീ പരിപാലിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഓർത്തു വെച്ചോ, എൻ്റെ മുന്നിൽ നീ വരുവടാ ഒരു ദിവസം. നിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഈ വിശ്വസിച്ചിട്ട് വേണം നീ പണിക്കിറങ്ങാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതെന്നെ പറയാനുള്ളത്. ഈ രണ്ട് ഓർമ്മ വേണം. അല്ല ഉണ്ടെന്നും അള്ളാടെ മുന്നിൽ പോകേണ്ടവനാണെന്നുള്ള ഓർമ്മയുള്ളവൻ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഈ സാധുക്കൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ഭവനം പരിപാലിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചാമ്പിക്കൊണ്ട് നടക്കേണ്ടവരൊക്കെ നടന്നോളിൻ. നാളെ നമുക്ക് അവിടെ ഇട്ട് കാണാം മലക്കുകളിട്ട് ചാമ്പുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതിൻ്റെ പുറകിലെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, അള്ളയുണ്ടെന്ന് മനസ്സിലാക്ക്, അള്ള ആരാണെന്ന് മനസ്സിലാക്ക്. നമ്മുടെ കൂടെ അള്ളയില്ലേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ? നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ. അല്ല പറഞ്ഞില്ലേ, അധികാരം എൻ്റെ കയ്യിലാ, ഞാൻ ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. നമ്മളെല്ലാവരും ദുആ ചെയ്തു, അധികാരം ഇവർക്ക് കിട്ടല്ലേ കിട്ടല്ലേ കിട്ടല്ലേ, എന്നിട്ടും അള്ളാഹ് അവർക്ക് കൊടുത്തു. എന്തിനെന്നറിയോ ഉസ്താദെ? നമ്മളൊക്കെ സുജൂദി കടന്ന് ദുആ ചെയ്തിട്ടും അള്ളാഹു അധികാരം അവർക്ക് കൊടുത്തല്ലോ. എടാ, അല്ല പറയുന്ന വഴിയിലൂടെ നടന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നന്നാക്കും. ഇത് നമുക്ക് തന്നിരിക്കുന്ന പണിയാ. അല്ല നമ്മളെ നന്നാക്ക സഹോദര. നീ വിചാരിച്ചോ, ആട്ടി അടിച്ചും ഭീഷണിപ്പെടുത്തിയും നിന്നെ നന്നാക്കാൻ റബ്ബ് തീരുമാനിച്ചു. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ ഭയക്കല്ല, ഇനി വരാൻ കിടക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ ഹൃദയത്തിൻ്റെ അകത്തിറങ്ങിയാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? അവൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിയില്ല. അവൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിയില്ല. അള്ളാഹു അവന്റെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ അല്ലാ. നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ പോരാ, പടച്ചവനെ അത് ഹൃദയം കൊണ്ട് വിശ്വാസത്തോടെ പറയുന്ന ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ ഉറച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിനെ അല്ലാതെ അവനൊറ്റൊന്നിനെയും ഭയപ്പെടില്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനുമുടും അവനെ പേടിയില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? 2:11 മണിയായി, ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താന്ന് പറഞ്ഞ സമയമായി. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനാ, ഒരു അരമണിക്കൂറും കൂടെ ഇരിക്കുവോ? ഒരെണ്ണം കൂടെ പറഞ്ഞു, എന്തായാലും ഇരുന്നില്ല. ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് എടുത്തു. എന്താപ്പാ? ബക്കറ്റ് വിരിവിന് സമയമായി. ഓടരുത് ആരും കേട്ടോ. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്ന കാലവാ. അല്ലാഹു കാക്കുമാറാകട്ടെ. പൈസ ഇട്ടില്ലേലും കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുക്ക്. എല്ലാവർക്കും അറിയാം, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി. എല്ലാവർക്കും അറിയാം. എന്നാലും ബക്കറ്റ് വരുമ്പോൾ കൈകെട്ടിയിരിക്കും. അറിയാത്ത ആരുമില്ലടോ. ഈ ഹദീസ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഉദാഹരണം ചോദിക്കട്ടെ. വയല് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ കാല് തെറ്റി തറയിൽ വീണു, തല പോയിട്ട് തറയിലടിച്ചു. വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറുമ്പോഴാ ഒന്ന് താഴെ വീണത്, തല പോയി അടിച്ചു. നേരെ പൊക്കിയെടുത്തുകൊണ്ട് കൊല്ലത്ത് പോയി, മെഡിസിറ്റിക്ക് പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു, പ്രശ്നമാ, സർജറി ചെയ്യണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പോഴാ വരുന്നത് ഖത്തീബിന്റെ അടുക്കൽ 2000 നോട്ട് വായിട്ട്, വാപ്പതോ ആശുപത്രി കിടക്കോ ഉസ്താദെ, ഒന്ന് ദുആ ചെയ്. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് ഇല്ലേ? അപ്പൊ നിനക്കൊക്കെ അറിയാം ഭർത്താവിന് ജോലിയായി അപകടം പറ്റി, എന്തെങ്കിലും സംഭവിച്ചു, അപ്പൊ പള്ളി വരും പൈസയും കൊണ്ട്. അപ്പൊ നിനക്കറിയാം സദക്ക രക്ഷപ്പെടുത്തുമെന്ന്. എന്തിനാടാ ചങ്ങാതി വീഴുന്നത് വരെ കാത്തിരിക്കണേ? വീഴുന്നതിന് മുമ്പേ തടഞ്ഞാ പോരെ? സദക്ക വിപത്തിനെ മാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പോ ഇങ്ങോട്ട് വന്നപ്പോ എൻ്റെ കൂടെ വരേണ്ട ചെറുപ്പക്കാരൻ
അൻവർ പറഞ്ഞു, ഉസ്താദെ ഇത്തിരി താമസിച്ചു, കാരണം വരുന്ന വഴിയിൽ 2 ചെറുപ്പക്കാർ വണ്ടിയുടെ അടിയിൽ കയറി. ഉസ്താദെ നിമിഷം മതിയടോ, അപകടമെന്ന് പറയുന്നത് എപ്പോഴും എതിലെയാ വരണമെന്നറിയില്ലല്ലോ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദയ്ക്ക് കഴിയില്ലേ? നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ചില അടിമകൾ ചികിത്സിക്കുന്നത് സദക്ക കൊടുത്തിട്ടാ, അവരുടെ രോഗങ്ങളെ ചികിത്സിക്കുന്നത് സദക്ക കൊണ്ടാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടിൽ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ, ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് പടച്ചവനെ ഇൽമു പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, ആ മദ്രസയുടെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് പടച്ചവന് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു ജാരിയായ സദഖ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ശരീരത്തെ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാവിധ ശർറ മുസീബത്തുകളും മാറ്റണേ അല്ലോ. ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു സദഖ എടുത്തോ. പടച്ചവനെ, ഉറക്കം നടിക്കേണ്ടവർക്ക് നടിക്കാ, കാണാതിരിക്കുന്നവർക്ക് കാണാതിരിക്കാ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കുന്നവർക്ക് കൊടുക്കാ. കൊടുത്താ പ്രയോജനം നിനക്കാ, ഒരിക്കലും നഷ്ടമില്ല. അതുകൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച രാവാട് പടച്ചവനെ ഒരു ജാരിയായ സദഖ എടുക്കൂ. അർഹമുറഹീമായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, സ്വീകരിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ? മരുന്നില്ലാതെ രോഗത്തെ മാറ്റാ കഴിവുള്ള അല്ലാ, ശിഫ നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ബക്കറ്റ് കൊണ്ടുപോകുന്ന കാക്കാമാർക്ക് 2 പേർക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാ. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിൽ പോകും, സമാധാനത്തോടെ മേടിച്ചോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2, ഇങ്ങോട്ട് നോക്ക്, ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു ഇറങ്ങിയാൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖമില്ല, അവന് നിരാശയില്ല. ജീവിതത്തിൽ തല പോകുന്ന സംഭവം ഉണ്ടായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിമുട്ടോ പ്രയാസമോ പരാതിയോ ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ എന്ത് പറയും, എൻ്റെ പൊന്നാര ഉസ്താദെ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും, ഞാൻ എല്ലാ ദിവസവും ദിക്ർ ഓതും, ഖുർആൻ ഓതും, ഏത് ക്ലാസ്സിനും പോകും, സദഖ കൊടുക്കും, എന്നിട്ട് അല്ലാഹ് എനിക്ക് ക്യാൻസർ തന്നല്ലോ. എനിക്ക് അല്ലാഹ് എന്താ, എല്ലാവർക്കും അല്ലാഹ് വീട് കൊടുത്ത് എനിക്കെന്താ തരാത്തെ? അള്ളാഹു എല്ലാവർക്കും മക്കളെ കൊടുത്തു, 10 കൊല്ലമായില്ലേ ഉസ്താദെ, എനിക്കിതുവരെ മക്കളെ കിട്ടിയില്ലല്ലോ. അള്ളാഹു എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം, എന്നെ മാത്രം എന്താ ഇങ്ങനെ ആക്കിയേ? നമ്മൾ പറയാ, എടോ ഈമാൻകാരി എത്ര? 6. ഈമാൻകാരി 6 എണ്ണം. ഇതി വിശ്വസിച്ചാലല്ലേ വിശ്വാസിയാകൂ. 1, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, മുർസലീങ്ങളിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ 5 എണ്ണത്തിൽ എനിക്ക് നിങ്ങൾക്കും വിശ്വാസമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 6ൽ വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല. എന്താ? വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്ത് നീ വിശ്വസിക്കുന്നോ അന്നേ നീ വിശ്വാസിയാകൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പുറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ളാന്റെ ഭാഗത്ത് നിന്ന ഇതെല്ലാം വരണേ. ഇതെല്ലാം വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. എന്ത് വിശ്വസിക്കാൻ പറ്റാത്ത? അവിടെ വരുമ്പോഴാണ് നമുക്കൊക്കെ പല പ്രയാസവും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. പടച്ചോൻ അങ്ങനെ ആയില്ലോ, ഇങ്ങനെ ആയില്ലോ, വാതിൽ അങ്ങോട്ട് വന്നല്ലോ, മൂല ഇങ്ങോട്ട് വന്നല്ലോ, റൂം അങ്ങോട്ട് വന്നല്ലോ, കക്കൂസ് അങ്ങോട്ട് വന്നല്ലോ, ഇവിടെ പ്രശ്നം ഇങ്ങനെ ആയി. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ അത് മാത്രമായി പോയി. നമുക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മനുഷ്യന്റെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന തീരുമാനം, അത് രോഗമാണെങ്കിലും കടമാണെങ്കിലും ദുഃഖമാണെങ്കിലും മരണമാണെങ്കിലും അത് അള്ളാന്റെ തീരുമാനമല്ലേ? എന്തേ അംഗീകരിക്കാൻ പറ്റാത്തത്? നമ്മൾ പറയുന്ന ഒരു മറുപടി, പടച്ചവനെന്തോ വൈരാഗ്യം തീർക്കാൻ നമ്മളോട്, അള്ളാഹുവിന് നമ്മളോട് എന്തോ ദേഷ്യം വൈരാഗ്യം തീർക്കണം നമ്മൾ പറയണം. അല്ലെങ്കിൽ അള്ളാഹ് ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് ഒന്നിന് പുറകെ ഒന്നൊന്നായി വരുന്നല്ലോ.
എടോ സഹോദര, ഇന്ന അശദ്ദന്നാസി ബലാഗ ലംബിയ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കാറൂനെയോ ഫിറൗനെയോ നമ്രൂദിനെയോ ഒന്നും ആയിരുന്നില്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയായിരുന്നു. ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുത്തി നബി ഇഷ്ടമില്ലാഞ്ഞിട്ട അള്ളാഹു ജനിക്കുന്നതിന് മുമ്പേ വാപ്പാനെ മരിപ്പിച്ച്, കണ്ടു കൊതിതീരുന്നതിന് മുമ്പേ ഉമ്മ മരിച്ചില്ലേ? നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ഓരോന്നിനെയായി അള്ളാഹു കൊണ്ടുപോയില്ലേ? എന്തിനാടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം മക്കളെ മയ്യത്തടക്കിയില്ലേ? ഒരെണ്ണമല്ല, രണ്ടല്ല, മൂന്നല്ല. മുത്തി നബി എത്ര മക്കളുടെ മയ്യത്തടക്കി? പട്ടിണി കിടന്നില്ല, എല്ലാവരും വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ മുത്തി നബി 2 എണ്ണം വെച്ച് കെട്ടി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഷെയ്ബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ ഇല പറിച്ച് തിന്നിട്ട് നടന്നില്ലേ മുത്തുനബി? നബി തങ്ങളുടെ വീടിൻ്റെ അകത്ത് 1 മാസത്തോളം തീ പുകഞ്ഞില്ല എന്ന് ചരിത്രം പഠിപ്പിച്ചില്ലേ? എന്തിനാ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട അല്ല, സ്നേഹം കൂടിയത് കൊണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം നീ അത് മനസ്സിലാക്ക്. അള്ളാഹു നിനക്ക് ദുഃഖം തരുന്നുണ്ടെങ്കിൽ എന്തിന്? സ്നേഹം കൂടിയതാ. അതങ്ങനാ. നിനക്ക് സ്വർഗ്ഗം അല്ല തരണ്ടേ? ഓസിന് പോകാൻ പറ്റുമോ? ഇവിടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ നബിതങ്ങൾ കിടക്കണ സ്വർഗമല്ലേ സിറാജി ചോദിക്കണേ? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം, ആ സ്വർഗമല്ല, അല്ല വേറൊന്നും ഇല്ലല്ലോ. ഈ സ്വർഗത്തിൽ പോകാൻ എനിക്ക് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാവുള്ളേ? എന്തെങ്കിലുമൊക്കെ നന്മ വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കാലിനടിയിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ വേദനയ്ക്ക് പകരം അള്ളാഹു നിന്റെ പാപം പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞ് നടക്കുന്നവരോട്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാണ്, പിടഞ്ഞ് താഴെ വീഴുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, വായിലൂടെ പതയും നൊരയും വരികയാണ്, വല്ലാത്ത വേദനയാണ് നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് എൻ്റെ രോഗമൊന്നു മാറാ ദുആ ചെയ്യുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ വന്നൊരു സ്വഹാബി വനിത വന്ന മുത്തി നബിയോട് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പഠിച്ചോ, തലവേദനയാണ്, നടുവേദനയാണ്, മുട്ടുവേദനയാണ് ഉസ്താദേ, വല്ലാത്ത പ്രയാസമാണ്. പറഞ്ഞു നടക്കുന്ന പെങ്ങള്, പരാതി പറയുന്ന പെങ്ങള്, നിരാശപ്പെടുന്ന പെങ്ങള് വെറുതെയല്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന നീ ക്ഷമിച്ചാ അള്ളാഹു നിനക്കതിന് പകരം സ്വർഗം തരും. ഏത് വേണം? ദുആ ചെയ്യണോ? ക്ഷമിക്കുമോ? ദുആ ചെയ്യണോ? സ്വർഗം വേണോ? യാ റസൂലല്ലാഹ്, ദുആ ചെയ്യണ്ട നബിയേ, വേദന സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർഗം മതി. മുത്തിനബിയുടെ മുന്നിൽ നിന്നും മടങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ, ഒരു തലവേദന വന്നാലും, ഒരു പനി വന്നാലും, ഒരു പല്ലുവേദന വന്നാലും അതിനു പകരം നിന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് ദുനിയാവാണ് സഹോദരാ, ഇത് പരീക്ഷണത്തിന്റെ നാടാണ് പെങ്ങള്. അതുകൊണ്ട് പരാതി വേണ്ട, നിരാശ വേണ്ട. അല്ലാഹു നിന്റെ ഈമാൻ അളക്കുകയാ. നിനക്ക് കടം തരാ, രോഗം തരാ, മരണം തരാ, ദുഃഖം തരാ. പടച്ചവൻ നിനക്കൊരുപാട് പരീക്ഷണങ്ങൾ തരാ. പതറല്ലേ, തോറ്റുപോകല്ലേ. അതിനു പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയേണ്ട ചില ദിക്റുകളുണ്ട്. അതിലെ ഒരു ദിക്ർ ഏതെന്നറിയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാ പറയടേ. അല്ലാഹുവേ, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് രോഗം വന്നാലും, സാമ്പത്തിക നഷ്ടം വന്നാലും, കടങ്ങൾ വന്നാലും, ഏത് പ്രയാസം വന്നാലും പറഞ്ഞോ അൽഹംദുലില്ലാ, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.